നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലാപിള്ള. ഗുരുവായൂർ എന്നും ഭക്തരുടെ ഒരു അവസാന കേന്ദ്രമാണ്. വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്തിലാണ് ഗുരുവായൂരപ്പൻ, അല്ലേ? പക്ഷേ വിവാദങ്ങളും ഗുരുവായൂരപ്പന്റെ പിന്നാലെ, ഗുരുവായൂരപ്പന്റെ അല്ല, ആ ക്ഷേത്രത്തിന് പിന്നാലെ അത് ഏത് ഇലക്ഷൻ വന്നാലും അവിടെ MLA ആര് വന്നാലും എന്ത് വന്നാലും കിടക്കപ്പുറത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. വീണ്ടും ഗുരുവായൂർ വിവാദത്തിലെ വേറൊരു തലത്തിലാണ് അത്. നമുക്കങ്ങ് ഹിന്ദുക്കൾക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊരു വിവാദമാണ്. എന്താണ് ശരിക്കും ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ? രാജേഷെ, കഴിഞ്ഞ കുറെ നാളുകളായി ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഡസനിലേറെ ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഗുരുവായൂരിനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരും ചിലരും ഗുരുവായൂരിനെ ആയുധമാക്കാൻ ശ്രമിക്കുന്ന ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം കഴിഞ്ഞ കുറെ നാളുകളായുണ്ട്. അതിൽ വളരെ പ്രാധാന്യമായി നമ്മൾ കാണേണ്ട ഒരുപാട് സംഭവവികാസങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മളൊരു വലിയ പ്രശ്നം, ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ ഇറങ്ങി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു വിഷയമുണ്ടായത്, കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് കേക്ക് മുറിച്ചു. അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക, അവിടെ വന്ന് പല രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് റീൽസ് എടുക്കുക, ഗുരുവായൂരപ്പന് പല രീതിയിൽ മോശപ്പെടുത്തുന്ന രീതിയിൽ അവിടെ വെച്ചൊരു ഗുരുവായൂർ ഭക്ത വന്നു. ആ ഭക്തയെ ആ നടക്കൽ കിടന്ന് അവർ തെറി വിളിക്കുക. അവരും അവരുടെ കൂടെ 1-2 പേരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നടക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് അവിടെ വന്ന ഒരു ഭക്തയെ നടക്കിൽ വെച്ച് തെറി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ രാത്രി 12 മണിക്ക് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഓടക്കുഴൽ ഊതുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുക. അപ്പോൾ ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി ഈ സ്ത്രീ കുറേ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനടക്കമുള്ളവർ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ഇവർ ഗുരുവായൂർ റീൽസ് ചിത്രീകരിക്കരുത് എന്ന് വിധി വാങ്ങിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ഒരു വിധി വന്ന ശേഷവും ഈ സ്ത്രീ വീണ്ടും ഗുരുവായൂരിൽ പോയി അടുത്ത കാലത്ത് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറച്ചു കാലം, ഒരു 2-3 മാസം ഓർമ്മ ഉണ്ടാതിരിക്കും. അതിനുശേഷം വീണ്ടും അവരിറങ്ങും. അവരൊരു കൃഷ്ണചിത്രം വരയ്ക്കുന്ന സ്ത്രീയാണെന്ന് പറയപ്പെടുന്നു. കൃഷ്ണചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വരയ്ക്കാൻ അറിയില്ല. അവർ പണ്ടെന്നോ ആരോ ട്രെയിൻ ചെയ്ത് കൊടുത്ത ഒരു പടം, ആ പടത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് 5000, 10000, 25000, 50000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി 2 തരത്തിലാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്, ഇവർ ഹണി ട്രാപ്പ് ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ വിവരങ്ങളും ഏതാണ്ട് 14 വയസ്സ് മുതൽ നിലവിൽ ഏതാണ്ട് 18ഓളം കേസുകളിൽ 18ഓളം പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ പലരുടെയും വീടുകളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു, കയറി പിടിച്ചു, ഇങ്ങനത്തെ പരാതികളാണ് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിലെ ആണുങ്ങളുടേതാണ്. വീട്ടിൽ വെച്ച് പരാതി വരുമ്പോൾ വീട്ടിലേക്ക് പോലീസ് തെളിവെടുപ്പിന് വരുന്നത് കാണുമ്പോൾ ഏത് ആണുങ്ങളും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്നത് പൊതുവെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാകും, ഭാര്യ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളിൽ അവർ കോംപ്രമൈസ് ആവും, നാറ്റക്കേസ്. അങ്ങനെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തും. അങ്ങനെ 14 വയസ്സിൽ അവർ നടത്തിയ 14 വയസ്സിൽ അവർ ഒരാൾക്കെതിരെ പരാതി കൊടുത്തത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയത് 2012 മറ്റുമാണ്. ആ 2012 ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ ശേഷം ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയുമ്പോൾ ആ മൊഴി പ്രകാരം ഇവർ അതിനുശേഷം വീണ്ടും ഒരു ബലാത്സംഗ പരാതി വരുന്നു. ആ ബലാത്സംഗ പരാതിയിൽ ഇവർ വളരെ കൃത്യമായി കണ്ടെത്തുന്നു. ഒരു വനിതാ ജഡ്ജിയാണ് കോഴിക്കോട്. ആ വനിതാ ജഡ്ജി അവരുടെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവർ വിശ്വസനീയമായ ഒരു സാക്ഷിയല്ല എന്ന്. വനിതാ ജഡ്ജി ആദ്യമായി ചരിത്രത്തിൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും, അങ്ങനെ ഒരു രേഖപ്പെടുത്തലോട് കൂടിയാണ് ആ കേസ് തള്ളിക്കളഞ്ഞത്. അതിനുശേഷം അവർ കേസിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ കേസ് തള്ളിക്കളയുന്നു എന്ന ബോധ്യമുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെയെല്ലാം സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തുവെന്നും താൻ കൃഷ്ണൻ ചിത്രം വരച്ചതുകൊണ്ടാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രകമ്പനമുണ്ടാക്കി. പെട്ടെന്ന് തന്നെ എനിക്ക് വീട് വെക്കണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട് വെക്കണമെന്നും വലിയ രീതിയിൽ ഒരു പിരിവൊക്കെ നടത്തി ഈ വീടൊക്കെ വെച്ചു. അതിനുശേഷം ഇപ്പം വേണ്ട പോലെ കച്ചവടം അങ്ങോട്ട് ആൾക്കാർക്ക് ഇവരാരാണെന്ന് മനസ്സിലായതോടുകൂടി കച്ചവടം പൊടി പിടിക്കുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കാനുള്ള ഒരു പരിപാടി നടത്തും. കാരണം ഒരു പർദ്ദ ഇട്ടുകൊണ്ട് കൃഷ്ണചിത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് ഞാൻ വീണ്ടും അമ്പലത്തിൽ പോകുന്നു പറയും, ഇടയ്ക്ക് പൊട്ടു തൊടും, ചന്ദനം തൊടും, ഇടയ്ക്ക് പർദ്ദ ഇടും. അത് ഏത് രീതിയിലാണ്, ഏത് ബിസിനസ്സാണ് നടക്കുക എന്ന് നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എന്ന് തന്നെ വിചാരിക്കണം. കഴിഞ്ഞിടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്താണ്. അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ അവിടുത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻകാർ അറസ്റ്റ് ചെയ്താണ്. അതിനുശേഷം വീണ്ടും അവർ ഈ അടുത്തിടയ്ക്ക് ഗുരുവായൂരിൽ പോയിരിക്കുന്നു. അതായത് അതൊരു പരാതിയായി ഇപ്പോൾ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കോടതി ഞാൻ ആ കേസിൽ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ കേസിൽ എന്തുകൊണ്ടാണ് ഇടപെട്ടതെന്ന് പറഞ്ഞാൽ, ഞാനൊരു വാർത്ത ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. ഈ പെൺകുട്ടി വ്യാജ പരാതിക്കാരിയാണെന്നും ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്കെതിരെ മലപ്പുറത്തു നിന്നുള്ള ഒരാൾ, അയാളുടെ പേര് ഞാൻ വിട്ടുപോയി, മലപ്പുറത്തു നിന്നുള്ളൊരു ഒരു മുസ്ലിമാണ് വന്ന് എന്നോട് പറയുന്നത് ആ പെൺകുട്ടി അങ്ങനെയല്ല, നല്ല പെൺകുട്ടിയാണ്, നിങ്ങളത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് 2 ദിവസം
ഈ പുരുഷൻ എന്നെ ത്രട്ടൺ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്ന ആളാണ്, അധ്യാപക സംഘടനയുടെ നേതാവാണ്, പകൽ ഇടതുപക്ഷക്കാരനും രാത്രിയിൽ സുഡാപ്പിയുമാണ്. അയാളാണ് ഈ സ്ത്രീക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പിന്നാലെ ഏത് കേസ് വന്നാലും പിന്നാലെ നിൽക്കുന്നത്. അതിനുശേഷം അവർ വന്ന് എന്നെക്കുറിച്ച് വളരെ മോശമായ വീഡിയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലും പോലീസ് കംപ്ലൈൻറ്റ് എടുക്കില്ല, കാരണം ഇടതുപക്ഷക്കാരനായ ഒരാളായിരുന്നു ഇവരുടെ പിന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സർക്കാർ മാറിയപ്പോൾ വീണ്ടും ഒരു ഗുരുവായൂർ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിലൊക്കെ കണ്ടസ്റ്റ് ചെയ്തിരുന്ന താരം, അവർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പോയി അവിടെ വെള്ളത്തെ അശുദ്ധമാക്കി അവിടെ ചവിട്ടി നിന്ന് റീൽസ് എടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നെ അവർ മര്യാദയ്ക്ക് ക്ഷമ പറഞ്ഞു, അവർ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. പുണ്യാഹം നടത്തി അത് ക്ഷമ പറഞ്ഞതോടുകൂടി അവർ ആ വഴിക്ക് അങ്ങ് പോയി, അവർ പിന്നെ വന്നിട്ടില്ല. ഒരു കാശ്മീരി പൗരൻ അവിടെ വന്ന് അവരുടെ ഒരു ഈദ് മുബാറക്ക് എന്ന് എഴുതിയ ചോക്ലേറ്റ് വിതരണം ചെയ്യുന്ന കാഴ്ചയുണ്ടായി. അതുപോലെ തന്നെ ഒരാൾ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ അവിടെ താമസിച്ചു, 2 ദിവസം താമസിച്ചു. അപ്പൊ ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി രോമം പറിച്ചെറിയുന്നു, ഗുഹ്യഭാഗത്തെ രോമം പറിച്ചെറിയുന്നു. അയാൾ മനോരോഗിയാണെന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. മനോരോഗിയാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഹോട്ടൽ തുടങ്ങാനുള്ള ലൈസൻസ് കൊടുക്കുക? അപ്പൊ അവിടെ വരുന്ന ആർക്കെങ്കിലും ഇയാൾ വിഷം ഇട്ട് കൊടുത്താൽ, മനോരോഗി വിഷം ഇട്ട് കൊടുത്താൽ പിന്നെ ആൾക്കാർ മരിച്ചു പോയില്ലേ? അപ്പൊ അവസാനം ഇത് പരാതിയായി ഉന്നയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളെയാണ് അറസ്റ്റ് ചെയ്തത്. അത്രത്തോളം ഭീകരമാണ് ഗുരുവായൂരിലെ അവസ്ഥ എന്നുള്ളതാണ്. ഗുരുവായൂരിനെ വലിയ രീതിയിൽ വലിയ തരത്തിൽ ഗുരുവായൂരിനെ മലിനപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പരസ്യം എന്താ? അവിഹിതമായി ചെല്ലുന്നവർക്ക്, അത് അനാശാസ്ത്രത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഹോട്ടലിനെ പറ്റിയുള്ള പരസ്യമാണ്. ഗുരുവായൂരപ്പന്റെ നടയിൽ അനാശാസ്ത്രത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ. ഇവിടെ പ്രൈവസി ഉണ്ട്. ഒരു ചെസ് കളിക്കുന്ന പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ദ്വയാർത്ഥമാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ് ഒക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപയ്ക്ക്. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹോട്ടൽ ആർവിസിന്റെ ലൊക്കേഷൻ വരുന്നത് അണ്ടർ റെയിൽവേ ഓവർബ്രിഡ്ജ്, ഈസ്റ്റ് നാട, കോലാടിപ്പടി. അത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ കാലാകാലങ്ങളായി ഗുരുവായൂർ പോലുള്ള ഗുരുവായൂർ ക്ഷേത്രം ഇതവർ പറയുന്നത് ഗുരുവായൂർ ഈസ്റ്റ് നട റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. 500 മീറ്റർ മാത്രമേ ക്ഷേത്ര നടയിലേക്കുള്ളൂ. പിന്നെ 15 മിനിറ്റ് നടന്നാൽ ഇങ്ങെത്താം. ഈ ഒരു ക്ഷേത്രം തൊട്ടടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ആർവീസ് റീജൻസി. ആ പരസ്യത്തിൽ കണ്ടതാണ് 9495955088. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും ഒരു വർഗീയ സത്യത്തിൽ ഹിന്ദുവാണ് അത് നടത്തുന്ന, ഒരു ഹിന്ദുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിംസ് ആരുമല്ല, ഹിന്ദുവാണ് നടത്തുന്നത്. പക്ഷെ ഹിന്ദുക്കൾക്ക് നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് പ്രൈവസി ഉണ്ട്. നിങ്ങൾ 1 മണിക്കൂർ ചെസ് കളിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും സ്ഥലം നല്ല റൂമുണ്ട്. അതും വളരെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ അത് ഗുരുവായൂർ പശ്ചാത്തലത്തിൽ കേരളത്തിൽ എവിടെ ആയിക്കോ, കോളത്തായിക്കോ, മൂന്നാറായിക്കോ, ആലപ്പുഴ ആയിക്കോ, എവിടെ ഗുരുവായൂരിന്റെ പേര് പറഞ്ഞ് ഇത്ര വൃത്തികെട്ട രീതിയിലൊരു പരസ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്വമേധയാ നടപടി എടുക്കണം, തീർച്ചയായും എടുക്കണം. ഇതിപ്പോ അയാൾക്ക് നല്ല ധൈര്യമുണ്ട്, കാരണം ഹിന്ദുക്കളായതുകൊണ്ടേ. ഇപ്പൊ നേരെ മറിച്ച് മുഹമ്മദ് എന്ന പേര് വന്നപ്പോ ജോസഫ് മാഷിനുണ്ടായ കാര്യം അറിയാം. ഹിന്ദുക്കളെ എന്ത് ചെയ്താലും ഒന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. യഥാർത്ഥത്തിൽ അതിനെതിരെ രംഗത്ത് വരണമെന്നുള്ളതാണ്. ഗുരുവായൂരിൽ പ്രത്യേകിച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ വളരെ പ്രാധാന്യമേറിയ അമ്പലങ്ങളിൽ ഒന്നാണ്. അതിലെ സത്യം പറഞ്ഞാൽ കടകൾ പോലും അത്രയും അടുത്ത് കടകൾ പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് ക്ഷേത്രനഗരിയുടെ. അത്രയ്ക്കധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ, അത്രയധികം സെക്യൂരിറ്റി റീസൺസ് ഉള്ള ഒരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഗുരുവായൂർ ഒരു മേൽശാന്തിയുണ്ട്. ഈ മേൽശാന്തി ഞാൻ പറഞ്ഞ ഈ ഹണി ട്രാപ്പുകാരിയുടെ വളരെ അടുത്ത ആളാണ്. ഈ ഹണി ട്രാപ്പുകാരി എപ്പോൾ അവിടെ ചെന്നാലും നേരെ ഈ മേൽശാന്തിയുടെ മുറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മേൽശാന്തി അറിയാതെ തന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു കുറേ കാലം. ഞങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് അതൊക്കെ അദ്ദേഹം കാണുന്ന പോലും ഉണ്ടായിരിക്കില്ല. ഏതായാലും ഞാൻ ഇതുവരെ അവിടുത്തെ മേൽശാന്തിയും കാണാൻ പോയിട്ടില്ല. ചേന്നാസ് ദിവാകരൻ നമ്പൂതിരിയോ അത് എന്തോ പേര് മറന്നുപോയി. ഞാൻ ഇന്നുവരെ കാണാൻ പോയിട്ടില്ല. ഞാൻ അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ പോകും, ഗുരുവായൂരപ്പനെ തൊഴും തിരിച്ചു പോരും എന്നുള്ളതല്ലാതെ ഈ തന്ത്രിയെ കാണാൻ തന്ത്രി മനയിലേക്ക് പോകേണ്ട കാര്യമൊന്നും നമുക്കില്ല. അവിടുത്തെ തന്ത്രിയെ കാണാൻ തന്ത്രിയുടെ മനയിലേക്ക് 24 മണിക്കൂറും പോവുകയായിരുന്നു ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗുരുവായൂരിനെ ഈ ഗുരുവായൂരിലേക്ക് ഇവർ അതുപോലെ ചിത്രസമർപ്പണത്തിനാണ് പോകുന്നത്. ഇവരുടെ ചിത്രസമർപ്പണം എന്താണെന്നറിയോ? ഇപ്പോൾ ഇവരൊരു
ചിത്രം വരയ്ക്കുന്നതല്ല, ആ ചിത്രം ഫോട്ടോ കോപ്പി എടുക്കുന്ന, ആ ഫോട്ടോ കോപ്പി എടുക്കുന്ന ഇപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപ വാങ്ങിക്കും ഞാൻ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞ് 20,000 രൂപ വാങ്ങിച്ചിട്ട് സമർപ്പണത്തിന് പോകുന്നത് ഞാനാ? അങ്ങനെയാണോ സമർപ്പണം നടത്തുന്നത്? രാജേഷാണ് സമർപ്പണം നടത്തേണ്ടത്. ഈ സ്ത്രീക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം സമർപ്പണം ചെയ്യേണ്ട ആരാണ്? നമ്മളാ സമർപ്പണം. നമ്മൾ വാങ്ങിക്കുന്ന ചിത്രം നമ്മുടെ സമർപ്പണമായിട്ട്. ഇത് 20,000 രൂപ വാങ്ങിച്ചിട്ട് അതിൽ ഇവരുടെ പേര് എഴുതിക്കൊണ്ട് സമർപ്പണം എന്നും പറഞ്ഞു പോകും. ഏതായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു. വളരെ അടുത്ത റീസെൻറ്റ് ടൈമിൽ ഒരു കാര്യമുണ്ട്, ഗുരുവായൂരപ്പൻ, അത് എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ക്ഷേത്രത്തിൽ എല്ലാ പടങ്ങളുമുണ്ട്. ഇന്ന് വരെ വരച്ചിട്ടുള്ള പെൻസിൽ ഡ്രോയിങ്ങിൽ ചെറിയ കുട്ടികൾ വരച്ചിട്ടുള്ള കൃഷ്ണ ചിത്രം പോലും ആ ക്ഷേത്രത്തിനകത്തുള്ളപ്പോൾ ഈ സ്ത്രീ കൊടുത്തിട്ടുള്ള ഒരു പടവും പേരിന് പോലും ആ ക്ഷേത്രത്തിനകത്തില്ല. ഞാൻ എല്ലായിടവും നടന്ന് തപ്പി നോക്കും. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അകത്തല്ലേ, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഓരൊറ്റ കൃഷ്ണൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ഒരു ചിത്രം ഒരു സ്ഥലത്തും ഈ സ്ത്രീ ഒരുപാട് ചിത്രം പലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് അന്ന് ഇവർ വീട് വെക്കാൻ നേരത്ത് കുറേ RSSകാരും ഇതിന് പിന്നിലുണ്ടായിരുന്നു, കുറേ സംഖ്യകൾ കേട്ടോ. മുസ്ലിങ്ങൾ പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഈ RSSകാർക്കും BJPക്കാർക്കും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ചാടി വീഴും. ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തിഗാനം ഏതെങ്കിലും മുസ്ലിം പാടി അപ്പം ചാടി വീഴും. സംഗീതവും കലയും ഒക്കെ ഇവിടെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളുമായും ഹിന്ദുവിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ 1-2 കലകളേ ഉള്ളൂ. ഇപ്പോൾ മറ്റേ മാർഗംകളിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഒപ്പനയും മാർഗംകളിയും ഒക്കെ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ. ബാക്കിയുള്ളതെല്ലാം സംഗീതമാണെങ്കിലും എല്ലാം സംസ്കാരവുമായി ബന്ധപ്പെട്ടതും അത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഈ ഹൈന്ദവ സംസ്കാരമാണെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു പാട്ട് പാടിയാലോട്ട് പാട്ട് പഠിക്കുന്നവർ ഇതാണെന്നേ പഠിക്കുന്നത്. പാട്ട് പഠിക്കുന്നവർ എന്താ പഠിക്കുന്നത്? പാട്ട് പഠിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു അയ്യപ്പ ഭക്തിഗാനം പാടിയ ഉടനെ ചാടിപ്പിടിക്കും. മുസ്ലിം പെൺകുട്ടി അയ്യപ്പ ഭക്തിഗാനം പാടുന്ന കണ്ടില്ലേ, ക്രിസ്ത്യൻ പെൺകുട്ടി അയ്യപ്പ ഭക്തിഗാനം പാടുന്ന കണ്ടില്ലേ? സ്വരങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ടായതാ. നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല, ഇതേ ഇവിടെ ഉള്ളൂ, അതേ പഠിക്കാൻ പറ്റൂ. അല്ലെ ഇംഗ്ലീഷ് മറ്റേ ഇത് പഠിക്കാൻ പോകണം, വെസ്റ്റേൺ പഠിക്കാൻ പോകണം, പോപ്പ് പഠിക്കാൻ പോകണം. അല്ലാതൊക്കെ ഉള്ളതൊക്കെ ഇവിടെ തന്നെ ഹിന്ദുവിന്റെ ഇത് ഈ കാണിക്കുന്ന RVs റീജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിലൊരു കാരണം ഓയിലുള്ളതാണ്, ഓയിൽ ഓൺലൈനിലുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത് ആള് കിട്ടാത്ത മന്ദിരമാണ്. ആളിനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ പണി ഇവർക്ക് വേറെ എന്തൊക്കെ പണി? സത്യത്തിലൊരു എന്താ പറയാൻ പറ്റത്തില്ല, ഒരു അതിന്റെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കത്തില്ല. അതുപോലെ അത്തരം ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഹൗസ്, അതാണ് അവരെ വിളിച്ച് ഗുരുവായൂരേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഗുരുവായൂരിന്റെ പവിത്രത ഒരു വിദ്യാലയത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില കുട്ടികൾ ഇല്ലാതാകും. ആ സ്കൂളിലേക്ക് വരുന്ന സ്കൂളൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിലേക്ക് വരുന്ന കുട്ടികൾ അവരുടെ ഭാവി അതേപോലെ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ വരുമ്പോൾ അവരുടെ ശ്രദ്ധ ഗുരുവായൂർ പോയാൽ ഇനി പറയാം ഇവർക്ക് ഗുരുവായൂർ പോയാൽ 2 കാര്യം അവിടെ പോയി ചെസ് കളിക്കാം. ഇതൊക്കെ തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കി, ഈ സ്ത്രീ തന്നെ അവരുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ വന്നുകൊണ്ട് കേക്ക് മുറിക്കുക. ഇതെല്ലാം പ്രശ്നമായി കഴിയുമ്പോൾ ഞാൻ മുട്ടയില്ലാത്ത അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇനി മുട്ടയില്ലാത്ത കേക്ക് ആണെങ്കിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ആചാരമുണ്ടോ? ഹിന്ദുക്കൾക്ക് ക്ഷേത്ര നടയിൽ കൊണ്ടുവച്ച് കേക്ക് മുറിക്കുന്ന ആചാരമുണ്ടോ? അവർ പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പിന്നെ കൃഷ്ണനെ വെച്ച് നിങ്ങൾക്കൊരു വിളക്ക് എത്തിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തന്നു. അതായത് അവർ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ച പടം വെച്ചിട്ടാണ് ഇപ്പോഴും ഇന്നലെയും എന്തോ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ കണ്ടു. മറ്റേ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് കൃഷ്ണൻ എൻ്റെ വീട്ടിലെ അതിഥിയായിരുന്നു, ഞാൻ എല്ലാം കാര്യം സാധിച്ചു, ഓരോ ദിവസം ഓരോ തന്ത്രമായിട്ട് വരും. ഇങ്ങനെയുള്ള വേഷം കെട്ടുകളൊക്കെ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ. അതെ ഇത് വളരെ കൃത്യമായി ഇവരെ അന്വേഷിച്ചു പോയാൽ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു അജണ്ടയാണെന്ന് എനിക്ക് ഈ സ്ത്രീയെ മാത്രം അന്വേഷിച്ചു പോയാൽ ഇവരുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പ്. കാരണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒരാളാണ് ഇവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പുറത്തു പോകുന്നത്. എന്നെ തന്നെ പലവട്ടം അയാൾ പല രീതിയിലും ഈ വാർത്ത ഞാൻ ഇതിൽ ഇടപെട്ടതോടുകൂടി ഈ വാർത്ത ഡിലീറ്റ് ചെയ്യിപ്പിക്കാനും എൻ്റെ ഫേസ്ബുക്ക് ലൈവ് ഡിലീറ്റ് ചെയ്യും 2 ദിവസം എന്നെ നമുക്ക് മിണ്ടാൻ ഒരു മിനിറ്റ് നമുക്ക് അനങ്ങാൻ സമയമില്ലാത്ത രീതിയിൽ എന്നെ നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യില്ലേ? 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ അതങ്ങനെയല്ല. നിങ്ങൾ മറ്റവരെ നോക്കൂ, അവരുടെ ശത്രുതയാണ്. ഒരു 10 ഇങ്ങോട്ട് അയക്കും, പിന്നെ വേറെ കുറെ വ്യാജ കേസുകൾ എടുത്തു വെച്ച് അവർക്കെതിരെ കേസുണ്ട്, ഇവർക്കെതിരെ കേസുണ്ട്, അവരാണോ നിങ്ങൾക്ക് തന്നത്? എനിക്കൊരു 2 ദിവസം സമാധാനമില്ലായിരുന്നു ഇയാളെ കൊണ്ട്. അങ്ങനെയാണ് അവസാനം ഞാൻ ചെയ്തത്. ഒരു അധ്യാപക സംഘടനയുടെ നേതാവാണ് അയാളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചിരിക്കുന്ന അയാളാണ്. ഞാൻ ചോദിച്ചിട്ട് മുസ്ലിമിന് എന്താ ഇവരുടെ പടം വരച്ച് ഗുരുവായൂർ ചെന്ന് ഇവർ ഗുരുവായൂരിൽ നിന്ന് റീൽസ് എടുക്കണമെന്ന് എന്താ ആവശ്യമാണ് അവർക്കുള്ളത്? സാധാരണഗതിയിൽ ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ വന്നാൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അവരെ പ്രോത്സാഹിപ്പിക്കുമോ? ഇപ്പോൾ 90% ഇപ്പം നല്ല മുസ്ലിംസ് ഒന്നും എനിക്ക് കാണുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഇതുവരെ അവരെ പുറത്താക്കിയിട്ടുണ്ടോ അവരുടെ പള്ളിയിൽ നിന്ന്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് പിന്നിൽ ആസൂത്രിതമായ ശ്രമം ഉണ്ട് എന്ന് തന്നെയാണ്. അതിന്റെ ഓരോ രീതിയിൽ
പലരുടെയും മൗന അനുവാദത്തോടെ അതെ പല രീതിയിൽ ഇത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഗുരുവായൂരിനെ തകർക്കാനുള്ള മാത്രമല്ല കേരളത്തിന്റെ സംസ്കാരത്തെയും ഒരു ഹൈന്ദവ സംസ്കാരത്തെയും ക്ഷേത്രങ്ങളെയും ഒക്കെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെയും കാണാൻ. ഇത് ഗുരുവായൂർ പോലീസ് ശരിക്കും സ്വമേധയാ കേസ് ഗുരുവായൂർ പോലീസ് കേസൊന്നും എടുക്കില്ല. ഗുരുവായൂർ ഇത്രയും വൃത്തികെട്ട ഒരു പോലീസ് സ്റ്റേഷൻ, ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, അവിടെ എനിക്ക് വ്യക്തമായി പറയാം, ഞാൻ തന്നെ ഒരു 15 പ്രാവശ്യമെങ്കിലും ആ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടുണ്ട് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്. അവിടുത്തെ പോലീസുകാർക്ക് ഈ സ്ത്രീയെ പേടിയാണെന്നാണ് പോലീസുകാർ ചില 1-2 പേരോടൊക്കെ പറഞ്ഞു ഈ സ്ത്രീ വന്ന് കിടന്ന് ബഹളം വെക്കും, അതുകൊണ്ട് ഇവരെ പേടിയാണെന്ന്. ഇവരങ്ങ് അലമുണ്ടാക്കി കളയും. സാധാരണ മാന്യന്മാരെ പോലെ അവിടെ കിടന്ന് അഴിഞ്ഞാടും. ഇപ്പം പോലീസുകാർക്ക് പേടിയാണെന്നാണ് പറയുന്നത്. കാരണം ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കുമെന്ന് പേടിച്ചിട്ട് പോലീസുകാർ മിണ്ടില്ല. ഇപ്പം ഏതായാലും അവർ ഹണി ട്രാപ്പുകാരിയാണെന്ന് അറിഞ്ഞതോടെ പലർക്കും പല പുരുഷന്മാരും അതുപോലെ തന്നെ പലർക്കും ആത്മവിശ്വാസം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് ഇനി ഇവരുടെ കച്ചവടം പൂട്ടിയിട്ടുണ്ട് പൊതുവിൽ. ഇനിയും പോയി ആരോടും ഇത് ഞങ്ങൾ ഹണി ട്രാപ്പുകാരാണെന്ന്, ഈ സ്ത്രീ ഹണി ട്രാപ്പുകാരിയാണെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞതോടുകൂടി ഈ സ്ത്രീയുടെ കച്ചവടം പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ പണമില്ലാത്തതുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഭയങ്കര പൊട്ടിക്കരച്ചിലൊരു വീഡിയോ, കൃഷ്ണചിത്രം എന്നെ അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു, നിങ്ങൾ കൃഷ്ണചിത്രം വാങ്ങിക്കണേ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ അവരുടെ തന്ത്രമാണ്. ആ കരയുന്ന വീഡിയോയുടെ അടുത്ത സെക്കൻഡിൽ ചിരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കെട്ടുപറയുന്ന വീഡിയോ വരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇതെല്ലാം കള്ളത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഗുരുവായൂരിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെ എല്ലാം ഒറ്റക്കണ്ണിയായി തന്നെ കാണണം. ഇതിനെക്കുറിച്ച് ഗുരുതരമായ അന്വേഷണം നടത്തണം. ഇത്തരം ഹോട്ടലുകളെ, അങ്ങനെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.